സുഹൃത്തുക്കളെ, JSI യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെടിക്കെട്ട് ഉത്സവ പ്രേമികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മളേവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന തിരുവില്ലാമല ശ്രീ പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മേടമാസത്തിലെ അവസാന ഞായറാഴ്ചയായ ഇന്ന്, അതായത് 2026 മെയ് മാസം 10-ാം തീയതി നടക്കും. പാമ്പാടി, കിഴക്കുമുറി, പടിഞ്ഞാറ്റുമുറി എന്നിങ്ങനെ 3 ദേശങ്ങൾ ചേർന്ന് വർണ്ണാഭമായ ചടങ്ങുകളുമായാണ് പറക്കോട്ടുകാവ് താലപ്പൊലി ഉത്സവം ആഘോഷിക്കുന്നത്. ഓരോ ദേശത്തിനും കേരളത്തിലെ പ്രശസ്തരായ വാദ്യ കലാകാരന്മാരുടെ മേളങ്ങളും 7 വീതം ഗജവീരന്മാർ അണിനടക്കുന്ന എഴുന്നള്ളത്തും ഉണ്ടായിരിക്കുന്നതാണ്. പാമ്പാടി ദേശത്തിനു വേണ്ടി തിടമ്പെടുക്കുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. കിഴക്കുമുറി ദേശത്തിനു വേണ്ടി ഊക്കൻസ് കുഞ്ചുവും പടിഞ്ഞാറ്റുമുറി ദേശത്തിനു വേണ്ടി എറണാകുളം ശിവകുമാറും തിടമ്പേറ്റുന്നതാണ്. ഇനി നമ്മൾ വെടിക്കെട്ട് പ്രേമികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം, പറക്കോട്ടുകാവ് താലപ്പൊലിക്ക് ഹൈക്കോടതിയിൽ നിന്നും 2 സെറ്റ് വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലെ അപകടത്തിന് ശേഷം ഇതുവരെ നടന്ന ഉത്സവങ്ങൾക്കൊന്നും വെടിക്കെട്ടിനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല. ഇനി വെടിക്കെട്ടുകളൊക്കെ നടക്കുമോ എന്നുപോലും പ്രതീക്ഷയില്ലാത്ത ഈ സാഹചര്യത്തിലാണ് പറക്കോട്ടുകാവിലെ ദേശങ്ങളുടെ സംയുക്ത കമ്മിറ്റി നിരന്തര പ്രയത്നത്തിലൂടെ വെടിക്കെട്ടിനുള്ള അനുമതി ഹൈക്കോടതിയിൽ നിന്നും നേടിയെടുത്തത്. 2 സെറ്റ് വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനി വെടിക്കെട്ട് സമയക്രമം വിശദമായി തന്നെ നോക്കാം. പാമ്പാടി, കിഴക്കുമുറി, പടിഞ്ഞാറ്റുമുറി ദേശങ്ങളുടെ സംയുക്ത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് 10 വൈകുന്നേരം 8:30-ക്കും 9:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ചെമ്പക്കുളം പാടത്ത് വെച്ചാണ് വൈകുന്നേരം വെടിക്കെട്ട് നടക്കുക. മെയ് മാസം 11 കാലത്ത് 5-നും 6-നും ഇടയ്ക്കുള്ള സമയത്താണ് പുലർച്ചെ വെടിക്കെട്ട് നടക്കുന്നത്. ഇത് പറക്കോട്ടുകാവ് ക്ഷേത്ര പരിസരത്ത് വെച്ചായിരിക്കും നടക്കുക. കടുത്ത നിയന്ത്രണങ്ങളോടുകൂടിയാണ് വെടിക്കെട്ടിനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗംഭീരമായ വലിയൊരു വെടിക്കെട്ട് ആരും പ്രതീക്ഷിക്കരുത്. എന്തായാലും നിന്നുപോയ വെടിക്കെട്ട് വീണ്ടും തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് ഒരു വെടിക്കെട്ട് പ്രേമി എന്നുള്ള നിലയിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പൂരപ്പറമ്പ് വെച്ച് കാണാം.